ക്രൂശിക്കപ്പെട്ടവർക്കും യാതന അനുഭവിക്കുന്നവർക്കും കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ മുഖമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. മുനമ്പം പ്രദേശത്തെ ജനതയും മലയോര മേഖലയിലെ ജീവിതങ്ങളും വേദനത്തിനായി യാചിക്കുന്ന ആശാപ്രവർത്തകരും ആ ക്രിസ്തുവിനെ സ്മരിക്കുകയാണ്. ഈ ദുഃഖവെള്ളി ദിനത്തിൽ ക്രൂശിക്കപ്പെട്ട ജനതയോടൊപ്പം നിൽക്കണമെന്നും സമാധാന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷയുടെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള ദുഃഖവെള്ളിയുടെ ശുശ്രൂഷ വേളയിലായിരുന്നു യാതനകൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ ലത്തീൻ സഭ സമാധാന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത്. മുനമ്പം പ്രദേശത്തെ ജനതയും മലയോര മേഖലയിലെ ജീവിതങ്ങളും വേദനത്തിനായി യാചിക്കുന്ന ആശാപ്രവർത്തകർക്കും കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ മുഖമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. എളിയവരുടെ അവകാശങ്ങളും ദരിദ്രരുടെ ന്യായമായ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ യേശുവിനെ പോലെ അനേകർ ഇന്ന് വ്യാപൃതരാണ്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. മുനമ്പം വിഷയത്തിലും മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും ആശാവർക്കർമാരുടെ സമരത്തിലും സഭ സമാധാന പ്രസംഗത്തിലൂടെ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ഇന്നൊരു ദിവസം മുഴുവൻ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കും. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥനയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് ബാവയും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.